ഞാനാണെങ്കിൽ കട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരാൾ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോകണം ഞാൻ കണ്ട്. അപ്പോൾ അയാൾ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ പകുതി വരെ വന്നിട്ട് അമ്മാമ്മ കണ്ടപ്പോൾ ഞാൻ അമ്മാമ്മ 3 പ്രാവശ്യം വിളിച്ചപ്പോൾ അമ്മാമ്മ ഓടി വന്നിട്ട് എന്നെ വിളിച്ച് നീ എവിടെ രാത്രി ഇറങ്ങിപ്പോണേന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്നെ ഇവിടെ ഒരാൾ നിർത്തിയിട്ട് കതവും തുറന്നിട്ട് ഇറങ്ങി ഓടി. ഒറ്റയ്ക്കാണോ കിടന്നേ? അല്ല, അമ്മാമ്മയും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അമ്മ അറിഞ്ഞില്ലായിരുന്നു നമ്മളെടുത്തത്? അമ്മാമ്മ അറിഞ്ഞു. അമ്മാമ്മ അങ്ങറ്റ് ഉറങ്ങി കിടന്നായിരുന്നു. പിന്നെയാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ സമയത്ത് അമ്മാമ്മ എണീറ്റ് നോക്കിയപ്പോൾ എന്നെ അവിടെ തറയിൽ നിർത്തിയിട്ട് അയാൾ ഇറങ്ങി ഓടിയതായിട്ട് കണ്ട്. കണ്ടല്ലോ? ആളെ കണ്ട ഒരു പൊക്കമുള്ള ആളാണ്. കറുത്ത പാൻറ്റും ഒരു ഷർട്ടുമാണ് ഇട്ടിരുന്നത്. കണ്ടറിഞ്ഞൂടാ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ആദ്യം അവിടെ കയറി വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിരുന്നത്. ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് എന്നെ എടുത്തുകൊണ്ട് പോയത്. ഞങ്ങൾ വെളുപ്പം രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു. 3 മണിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യയുടെ അമ്മ കിടന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 2 വാതിൽ, അടുക്കള വാതിലും ഫ്രണ്ടിലെ മെയിൻ വാതിലും തുറന്നു കിടക്കുന്നു. ഹാളിലെ ലൈറ്റൊക്കെ അണഞ്ഞു കിടക്കുന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മോളെ എടുത്തും കൊണ്ട്, കട്ടിലിൽ ഉറങ്ങിക്കിടന്ന മോളെ എടുത്തും കൊണ്ട് ഹാളിൽ ഒരാൾ കൊണ്ടുവരുന്നത് കണ്ടു. ഈ മോള് ഞാനാണെന്ന് വിചാരിച്ച് മോള് പറഞ്ഞ് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പപ്പയല്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പയാണെന്ന് പറഞ്ഞ് മോളെ അമ്മാമ്മ പറഞ്ഞപ്പോഴും പപ്പയല്ല എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അമ്മാമ്മ എന്ന് വിളിച്ചപ്പോഴാണ് അമ്മയും കൂടെ ഉണർന്നത്. ഈ സമയത്ത് ഉണർന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു പയ്യൻ, അതായത് എൻ്റെ അത്ര പൊക്കവും എൻ്റെ അത്ര വണ്ണമുള്ള ഒരു ആൾ കൊച്ചിനെ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്നും പറഞ്ഞ് അമ്മായി പുറത്തിറങ്ങുന്നത്. ഈ ഞാനല്ലെന്നും കൊച്ച് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചപ്പോഴാണ് ആൾ അവിടെ നിർത്തിയിട്ട് ഹാളിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടി. ഞങ്ങൾ ഈ ബേളം കെട്ടിട്ട് ഞങ്ങളും പുറത്തിറങ്ങി ഓടിയപ്പോഴത്തേക്കും പട്ടി കിടന്ന് കുടിക്കും. പക്ഷെ ആളിനെ കാണാനില്ല. ആ സമയത്ത് ആളിനെ വ്യക്തമായിട്ട് കണ്ടു, പക്ഷെ മുഖം കണ്ടില്ല. കാക്കി ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഈ കുഞ്ഞ് എവിടെ കിടന്നുറങ്ങി? അമ്മയുടെ അടുത്താണ് കിടന്നുറങ്ങുന്നത്, നടുക്കത്തെ മുറിയിലാണ്. അറിയില്ലായിരുന്നു. കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്കും ഈ ചാരത്തിൻ്റെ മണം കണ്ടുകൊണ്ടാണ് കുഞ്ഞ് എടുക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഇവർ തിരിഞ്ഞത്. ഞാനെന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നത്. അപ്പം ഇവർ പറയുകയും ചെയ്തു, അത് പപ്പയല്ലേ മക്കളെ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് പപ്പയല്ല എന്ന് കൊച്ച് പറയുന്നുണ്ട്, എൻ്റെ മോള് പറയുന്നുണ്ട്. ആ സമയത്താണ് ഇവർ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങുന്ന സമയത്ത് സംശയം കൊണ്ട് കൈ കയറി പിടിച്ചപ്പോഴാണ് കൊച്ചിനെ തറയിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടിയത്.